മാന്യപ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, 4 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾക്കറിയാം, ഓടുന്ന നായ്ക്ക് ഒരു മുഴം മുൻപേ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്, ഒരു പഴഞ്ചൊല്ല് കേൾക്കാറുണ്ട്. അത്തരത്തിൽ 4 വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞു വെച്ച, അതല്ലെങ്കിൽ കൃത്യമായിട്ടും വെളിപ്പെടുത്തപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, അതിന്റെ പ്രസക്തി ഈ ആനുകാലിക നിമിഷങ്ങളിൽ അത്ര വലിയ പ്രസക്തിയാണ് അതിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആ ഒരു ശകലം നിങ്ങളെ കേൾപ്പിക്കേണ്ടതുണ്ട്. മറ്റൊന്നുമല്ല, TP സെൻകുമാറും നമ്മുടെ മൊട്ട അരുൺ എന്നറിയപ്പെടുന്ന, ഇന്ന് റിപ്പോർട്ടർ ചാനലിൽ വർക്ക് ചെയ്യുന്ന, അതല്ലെങ്കിൽ പച്ച നുണ പടച്ചിറക്കിക്കൊണ്ട് അവന്റെ ഏതോ ഡോക്ടറേറ്റ്, നുണയിലാണ് ഇവന്, പച്ച നുണയിലാണ് ഇവന് ഡോക്ടറേറ്റ് കിട്ടിയെന്ന് തോന്നുന്നു. എന്തായാലും ഇന്ന് റിപ്പോർട്ടർ ചാനലിൽ പ്രവർത്തിക്കുന്ന മൊട്ട അരുൺ, ഇവനെ ഡോക്ടർ എന്നൊക്കെയാണ് ഇവൻ സ്വയം വിളിക്കുന്നത്. എന്തിലാണ് ഡോക്ടറേറ്റ് കിട്ടിയെന്ന് അവന്റെ ആ പ്രവൃത്തിയിലും അവന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്കും അനുസരിച്ച് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഈ മൊട്ട അരുണും TP സെൻകുമാർ എന്ന് പറയുന്ന കേരളത്തിന്റെ മുൻ DGP കൂടിയായിരുന്ന അദ്ദേഹവും തമ്മിൽ നടന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അത് 24 ന്യൂസിലായിരുന്നു അന്ന് നടന്നത്. ജനകീയ കോടതി എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം, അത് കുറച്ച് ദൈർഘ്യമുള്ള ഒരു പ്രോഗ്രാമാണ്. പക്ഷെ അതിൽ പൂർണ്ണമായിട്ടും TP സെൻകുമാർ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് 4 വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പൂവിട്ട് പൂജിക്കേണ്ട ഘടകമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം DGP ആയിരുന്നു, അതായത് ഭാരതത്തിന്റെ, അതല്ലെങ്കിൽ ഭാരതത്തിന്റെ ഒരു സംസ്ഥാനമായിട്ടുള്ള കേരളത്തിന്റെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ഉയർന്ന റാങ്കിലുള്ള അദ്ദേഹത്തിന്റെ ആ വാക്കുകൾക്ക് ഇവിടെ അത്രയേറെ പ്രസക്തിയുണ്ട്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ആ പ്രോഗ്രാമിലെ ഭാഗങ്ങൾ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് മറ്റു ചാനലുകളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഇവിടെ ഒന്നുകൂടി വിശദീകരിക്കേണ്ടതുണ്ട്. മറ്റൊന്നുകൊണ്ടുമല്ല, അത്ര കണ്ട് പ്രാധാന്യം കിട്ടാതെ പോയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ കേൾക്കേണ്ടതുണ്ട്, വീണ്ടും വീണ്ടും അറിയിക്കേണ്ടതുണ്ട്, വീണ്ടും വീണ്ടും പ്രചരിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മാക്സിമം ഇരുന്ന് തന്നെ കേൾക്കുക. കാരണം ഇതിലെ ഓരോ ഭാഗവും ഇത്ര കണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇതിലെ ഒരു ചെറിയ സെക്കൻഡ് പോലും ഒഴിവാക്കാനില്ല. അവർക്ക് ഇത് വലിയ ഒരു ടെക്സ്റ്റ് ബുക്ക് കൂടിയാണ് ഈ പ്രോഗ്രാം. ഇതിൽ TP സെൻകുമാർ സാർ പറയുന്ന ഓരോ വാക്കും നമ്മൾക്ക് ഭാവിയിൽ അത്ര കണ്ട് ഉപകരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടും കേൾക്കാൻ, കാണാൻ ശ്രമിക്കുക. അതിനിടയിൽ നമ്മൾക്ക് ഇടപെട്ടുകൊണ്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ട് തന്നെയാവാം ഈ പ്രോഗ്രാം നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ട് കേൾപ്പിക്കാം നമുക്കിത്. സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ. DGP TP സെൻകുമാർ, എക്കണോമിസ്റ്റ് ആയ ഒരു TP സെൻകുമാർ, ഒരു സംഖ്യയായ TP സെൻകുമാർ, മൂന്നാമത്തെ ബ്രാൻഡ് ചാർത്തി തന്നത് സോഷ്യൽ മീഡിയ ആണ്. ഇതിൽ ഏതാണ് താങ്കൾ അഭിമാനപൂർവ്വം കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നത്? സത്യം പറയുന്നതിനും വസ്തുത പറയുന്നതിനും സംഖ്യ എന്ന് വിളിക്കുകയാണെങ്കിൽ ഇനിയും അതിതീവ്ര സംഖ്യ എന്ന് നിങ്ങൾക്ക് പറയേണ്ട വിധത്തിലുള്ള സത്യങ്ങളും വസ്തുതകളും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കും. നോക്കൂ, ഇത് ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് അദ്ദേഹം പറഞ്ഞ ഈ വാക്ക്. അതായത് സത്യം പറയുന്നവർ, ഭാരതത്തിന് വേണ്ടി ശബ്ദിക്കുന്നവർ, നമ്മുടെ പെറ്റ നാടിന് വേണ്ടി ശബ്ദിക്കുന്നവർ, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്നവർ, അവരെ എല്ലാവരെയും ഇന്ന് വിളിക്കുന്നവര് പേരാണ് സംഘി എന്നുള്ളത്. സംഘി പട്ടം നൽകി കഴിഞ്ഞ് അവരെ അങ്ങോട്ട് ചവിട്ടി താഴ്ത്താം എന്നുള്ള ധാരണയോട് കൂടിയാണ് ഈ മൊട്ട അരുൺ TP സെൻകുമാർ സാറോട് ചോദിച്ചത്. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ചാർത്തി തന്ന ഒരു പേരാണല്ലോ സംഘി എന്നുള്ളത്. അതുകൊണ്ട് അദ്ദേഹം കൃത്യമായിട്ടും മറുപടി പറഞ്ഞു, ഇനിയും തീവ്രമായിട്ടുള്ള സത്യങ്ങൾ ഞാൻ വിളിച്ചു പറയും, ധർമ്മത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ തീവ്രമായിട്ട് തന്നെ സംഘി എന്ന് വിളിക്കാനുള്ള അവസരം ഞാൻ ഇനിയും ഒരുക്കി തരും എന്ന് കൃത്യമായിട്ടും അദ്ദേഹം പറയുകയാണ്. ഇത്തരത്തിൽ ഒരു സെക്കൻഡ് പോലും വിടാനാവാത്ത മറുപടിയാണ് അദ്ദേഹം കൊടുക്കുന്നത്. 4 വർഷങ്ങൾക്ക് മുൻപേ നടന്നതാണെങ്കിലും ഇതിന്റെ പുതുമ ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇനി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം നമുക്ക്. അങ്ങൊരു വർഗീയവാദിയാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ചില കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. ആ കോണുകൾ വർഗീയവാദം പുലർത്തുന്നവയും ബാക്കിയുള്ളവരെ ആടിനെ പട്ടിയാക്കുകയും പട്ടിയെ പേപ്പട്ടിയാക്കുകയും എന്നിട്ട് തല്ലിക്കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. നോക്കൂ, ഏറ്റവും കൂടുതൽ പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ്, നിങ്ങളൊരു വർഗീയവാദിയാണല്ലോ എന്നുള്ളത്. നോക്കൂ, നമ്മുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും നിലനിൽപ്പിനും സംസ്കാരത്തിനും വേണ്ടി ശബ്ദിക്കുന്ന ആ ഓരോ ഹിന്ദു മാത്രമല്ല, ക്രിസ്ത്യാനിയും മുസ്ലിമും അത് നേരിടുന്നില്ല. ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ന്യൂനപക്ഷം എന്നൊരു പദവി ഉള്ളത് കൊണ്ട് ഒരു ഹിന്ദു എന്തെങ്കിലും സത്യം വിളിച്ചു പറഞ്ഞാൽ അവനെ വിളിക്കുന്ന പേരെന്താണ്? ഒന്ന് തീട്ട സംഘി എന്ന പേരിലൊക്കെ അത്ര കണ്ട് അമേധ്യം കുഴച്ച് തിന്നുന്ന ഓരോ വൃത്തികെട്ട ജന്മങ്ങൾ പറയും. മറ്റൊന്നെന്താണ്? ചാണക സംഘി. ഇനി മറ്റൊന്ന് പറയുന്നതാണ് വർഗീയവാദി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ TP സെൻകുമാർ സാറിന്റെ ഈ മറുപടിയിൽ മൊട്ട അരുണന്റെ മുഖം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അത് കണ്ടില്ലെങ്കിലും പ്രേക്ഷകർക്ക് അത് കൃത്യമായിട്ട് ഊഹിക്കാനാവുന്നതേ ഉള്ളൂ. ഇനി പറയുന്ന വാക്കുകൾ നോക്കാം.
അപ്പൊ അതിലെനിക്ക് യാതൊരു അത്ഭുതവും ഇല്ല. ഒരു DGP എന്ന നിലയിൽ താങ്കൾ സ്വന്തമാക്കിയ പദവിയുടെ അന്തസ്, താങ്കളുടെ പേരിനോടൊപ്പം അങ്ങ് ചേർത്ത ടാഗ് ലൈൻ, ഇന്ത്യൻ പോലീസ് സർവീസ് എന്ന ടാഗ് ലൈൻ, അതിന്റെ യശസ്സിനെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ചില സമയങ്ങളിലെങ്കിലും FB പോസ്റ്റിൽ താങ്കൾ ചെയ്തിട്ടുണ്ട്? ഒരിക്കലും ഇല്ല. ഞാൻ ചെയ്തിരിക്കുന്നതിൽ എന്തെങ്കിലും അസത്യമോ തെറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. അങ്ങ് BJP എന്ന പാർട്ടിയിൽ അംഗത്വം എടുത്തിട്ടുണ്ടോ അഥവാ അംഗത്വം എടുക്കാൻ ആഗ്രഹിക്കുന്നു? ഞാൻ ഇതുവരെ ഒരു പാർട്ടിയിലും ഇതേവരെ അംഗമല്ല. BJPയിൽ ഭാവിയിൽ അംഗമായിക്കൂടുന്നില്ല. ഏതായാലും ഒരു പാർട്ടിയിലും അംഗമാകാൻ തക്ക വിധത്തിലുള്ള പാർട്ടി ഞാൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അപ്പൊ അത് കണ്ടെത്തുന്ന മുറയ്ക്ക് അതേപ്പറ്റി പറയാം. അങ്ങയുടെ സ്വപ്നത്തിലേക്കോ അങ്ങയുടെ കണക്കുകൂട്ടലുകളിലോ ഉള്ള ഇന്ത്യൻ ജനാധിപത്യത്തിന് കരുത്ത് നൽകുന്ന ഒരു പാർട്ടിയായി BJPക്ക് മാറാൻ സാധിച്ചിട്ടില്ല എന്നാണ്? അതല്ല, കേരളത്തിലെ പ്രശ്നമാണ്. കേരളത്തിൽ BJP വളർന്നിട്ടില്ല. കേരളത്തിൽ BJP മാത്രമല്ല, അതുപോലെ പല കാര്യങ്ങളും ചെയ്തതിന് ശേഷമേ അത്ര ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. TP സെൻകുമാറിന് ചേരാൻ പറ്റിയ പാർട്ടി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഇന്ത്യയിലല്ലേ ഞാൻ പറഞ്ഞു. കേരളത്തിലെ BJP ദേശീയ BJP നേതൃത്വത്തോട് താരതമ്യം ചെയ്താൽ അങ്ങ് ഒട്ടും തൃപ്തികരമായ വിധത്തിലല്ല വിലയിരുത്തുന്നത്. ഇപ്പോൾ അങ്ങനെ പറയേണ്ടി വരും. നമുക്ക് കൃത്യമായിട്ടുള്ള ചടുലമായിട്ടുള്ള ചോദ്യങ്ങളാണ് അരുൺ ചോദിക്കുന്നത്. മൊട്ട അരുൺ ചോദിക്കുന്നത്, പച്ച നുണകൾ മാത്രമാണ് അരുൺ ചോദിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന നിമിഷങ്ങളിലൊക്കെ അത് കൃത്യമായിട്ട് നമ്മൾക്ക് ബോധ്യമാകും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അളന്ന് തൂക്കിയ മറുപടിയാണ് സെൻകുമാർ സാർ കൊടുക്കുന്നത്. ഇന്നത്തെ BJP നമുക്ക് 4 വർഷം മുൻപ് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണെങ്കിൽ പോലും ഇന്നത്തെ ഈ നിമിഷം വിലയിരുത്തുകയാണെങ്കിൽ പോലും എത്രത്തോളമാണ് അദ്ദേഹം പറഞ്ഞ ആ വാക്കുകളുടെ പ്രസക്തി. അത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കേരള ഘടകമായാലും ഇനി ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ആയാലും എല്ലാം എന്നുള്ളത് അദ്ദേഹത്തിന്റെ കുറഞ്ഞ ചോദ്യത്തിലും കുറഞ്ഞ ഉത്തരത്തിലും കൃത്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്, ഓരോ വാക്കും നമ്മൾക്ക് വിട്ടുകളയാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ഒരു വലിയൊരു നിഘണ്ടുവാക്കി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അദ്ദേഹത്തിന്റെ മറുപടി. കാരണം അദ്ദേഹം ഈ കേരളത്തിന്റെ DGP ആയിരുന്നു. അദ്ദേഹത്തിന് അറിയാം ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഇസ്ലാമിക കൊടും ഭീകരതയും ഈ നാടിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം ഭീകരതയും എത്രത്തോളമാണ് ഇവിടുത്തെ ന്യൂനപക്ഷം എന്ന പദവി കൈപ്പറ്റിക്കൊണ്ട് ഈ മുസ്ലിങ്ങൾ എത്രത്തോളമാണ് ഇവിടെ ചെയ്തു കൂട്ടുന്നതെന്നും കൃത്യമായിട്ടും അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും പറയുന്നു, ഒരു വാക്ക് പോലും ആരും കേൾക്കാതെ വിടരുത്. കേട്ടു നോക്കാം. ലീഡർഷിപ്പിൽ നിരവധി പ്രശ്നങ്ങളുണ്ട് കേരളത്തിൽ. ലീഡർഷിപ്പിൽ മാത്രമല്ല, കേരളത്തിൽ മറ്റ് പ്രശ്നങ്ങൾ കുറെയുണ്ട്. അത് ശരിയാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അത് ശരിയാക്കിയതിന് ശേഷമേ നമുക്കത് പറയാൻ പറ്റൂ. അങ്ങയെക്കുറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് കേട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. പുതിയ താവളം സെൻകുമാർ നോക്കുകയാണ്. തെറ്റായ കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിനെ അപകീർത്തിപ്പെടുത്തത്തക്ക രീതിയിൽ സംസാരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അത് രാഷ്ട്രീയമായി പറയുന്നതാണെന്ന് കണക്കാക്കാം. അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണ്. പക്ഷെ നിങ്ങളെക്കാളും കടുത്ത രാഷ്ട്രീയം നിങ്ങൾക്ക് വേണ്ടിയല്ല ഇപ്പോ, നിങ്ങളുടെ കയ്യിലല്ല ഇപ്പൊ നിൽക്കുന്നത്, മറ്റാളുകളുടെ കയ്യിലായി. അത് ഓർമ്മിക്കണം. അതേ ഞാൻ പറയുന്നുള്ളൂ. ഇതാണ് അങ്ങയെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. അങ്ങ് മറ്റാരുടെയോ പിടിയിലാണ്, മറ്റേതോ താവളത്തിലാണ്. താങ്കൾ സംസാരിക്കുന്നത് വ്യക്തമായ രാഷ്ട്രീയ ബോധ്യത്തോടു കൂടിയാണ്. ആ രാഷ്ട്രീയ ആശയമാണ് താങ്കൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ മുഖ്യമന്ത്രിക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വ്യക്തമായ മറുപടി കൊടുത്തിട്ടുണ്ട്. സെൻകുമാർ കൊടുക്കണ്ട. നോക്കൂ, മുഖ്യമന്ത്രി പിണറായി വിജയനെ കൃത്യമായിട്ടും എങ്ങനെയാണ് മറുപടി കൊടുക്കേണ്ടത് അദ്ദേഹം പറഞ്ഞിട്ട് പോലുമില്ല. ഏറ്റവും കൂടുതൽ കോടതികളിൽ നിന്ന് വിമർശനം നേരിട്ട സർക്കാർ അതല്ലെങ്കിൽ മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അതിന് ലോകത്ത് ആകെ ഒരാളേ ഉള്ളൂ. ഉളുപ്പും നാണവും മാനവും സംസ്കാരവും അഭിമാനവും ഇല്ലാത്ത പിണറായി എന്ന് പറയുന്ന ഇവൻ മാത്രമാണ് എന്നുള്ളത്. ഇവൻ എന്ന് വിളിക്കുമ്പോൾ ആരും ദുഃഖിക്കേണ്ട, ആരും വിഷമിക്കേണ്ട. കാരണം അതിനുള്ള യോഗ്യത പോലും ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചങ്ങാതിക്കില്ല. ആദ്യ രാഷ്ട്രീയ കൊലക്കേസിലെ പ്രതിയായിരുന്നു ഇവൻ എന്നുള്ളത് കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഇനി നോക്കാം. അതിപ്പോ മുഖ്യമന്ത്രി സുപ്രീം കോടതിയുടെ ഉത്തരവങ്ങ് വായിച്ചാൽ മതി. ഇതിനു ശേഷമാണ് സുപ്രീം കോടതി ഉത്തരവ് കൊടുത്തതും ഞാൻ തിരിച്ചു വന്നത്. പക്ഷെ അതിനുശേഷം മുൻ DGP ആയ TP സെൻകുമാർ പ്രവർത്തിക്കുന്നത് CM നേരത്തെ മുൻകൂട്ടി കണ്ടു എന്ന് പറഞ്ഞാൽ CM നേരത്തെ മുൻകൂട്ടി കണ്ടതല്ല. CM നോക്കുക, ഈ ഞാൻ കാറ്റിൽ പോയിരിക്കേണ്ട എന്നെ ഈ വിധത്തിലാക്കിയത് ആരാണ്? ഇപ്പൊ ഞാൻ പിണറായി വിജയനെ ആദ്യമായി സംസാരിക്കുന്നത് അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയായിട്ട് വരുന്ന സമയത്ത് മാത്രമാണ് നേരിട്ട്. എന്താണ് എന്റെ പ്രശ്നങ്ങളെന്ന് ഈ മുഖ്യമന്ത്രി നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? താങ്കളുടെ രാഷ്ട്രീയം, എന്റെ രാഷ്ട്രീയം
a median position to the right. അല്ലല്ല, റൈറ്റ് ഒക്കെ പിന്നീട് പറയുന്ന കാര്യങ്ങളാണ്. കാരണം എന്ന് വെച്ചാല് അത് നോക്കുക,